തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, ജോൺ ബോൾ രണ്ടാമൻ പാപ്പായെ ഓർക്കുകയാണ്. വയോധികനായിട്ടുള്ള പാപ്പ ഒരു ഉദ്ധാന ഞായറാഴ്ചയിൽ നടത്തിയ പ്രസംഗം, അതിൽ അദ്ദേഹത്തിനൊരു തെറ്റ് സംഭവിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്: ഉദ്ധിതനായിട്ടുള്ള ഈശോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് അമ്മ മറിയത്തിനാണെന്ന്. ഇത് 2 തവണ ആവർത്തിക്കപ്പെട്ടു. കുർബാന കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ പാപ്പായെ പത്രക്കാർ വളഞ്ഞു. അവർ ചോദിച്ചു, ശരിക്കും അമ്മ മറിയത്തിന് തന്നെയാണോ ഉദ്ധിതനായിട്ടുള്ള ഈശോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്? ഒരു നേരത്തെ മൗനത്തിന് ശേഷം അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓർമ്മപ്പെശക്, അബദ്ധം പിണഞ്ഞു. എന്നിട്ട് അദ്ദേഹം നടന്നു നീങ്ങി. അത് ഓർമ്മപ്പെശകായിരിക്കാം, പക്ഷെ അതിനകത്ത് ഒരു ഗൗരവമായ ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ഉദ്ധിതനായിട്ടുള്ള ഈശോ ആദ്യം അമ്മ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടില്ല? അമ്മ മറിയത്തിനാണ് ആദ്യം പ്രത്യക്ഷപ്പെടേണ്ടിയിരിക്കെ. അമ്മ സെഹ്യോൻ മാളികയിലുണ്ടായിരുന്നു. മറ്റു സ്ത്രീകൾ കുഴിമാടത്തിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ മാർക്കോസ് വിശേഷകൻ 16:1 പറയുന്നു, അവർ പോകുമ്പോൾ സുഗന്ധക്കൂട്ടുകളുമായിട്ടാണ് പോയതെന്ന്. അതിനകത്ത് ഒരു വലിയ സത്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. അവർ പോയത് സുഗന്ധക്കൂട്ടുകളുമായിട്ടാണ്. അവർ ഈശോയുടെ ശരീരം ആ കല്ലറയിൽ പ്രതീക്ഷിക്കുന്നു. അത് ജീർണിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിൽ ലേപനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സുഗന്ധക്കൂട്ടുകളുമായിട്ട് അവർ പോയത്. അവരോടൊപ്പം പോകുവാൻ അമ്മ മറിയത്തിന് പറ്റുമായിരുന്നില്ല. കാരണം അമ്മ മറിയത്തിനറിയാം തൻ്റെ പുത്രൻ്റെ ശരീരം അവിടെ ഉണ്ടാകില്ല, അവൻ ഉദ്ധാനം ചെയ്തിരിക്കും. ഇത്രയും വലിയൊരു വിശ്വാസം ഈ അമ്മയ്ക്കുണ്ടായിരുന്നു. ഈശോ പറഞ്ഞല്ലോ, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ വചനം ആദ്യം മാംസം ധരിച്ചത് അമ്മ മറിയത്തില. അവൾ കാണാതെ വിശ്വസിച്ചു. തൻ്റെ പുത്രൻ പ്രത്യക്ഷപ്പെടേണ്ട ആവശ്യം പോലും അവൾക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്ത് വിശ്വാസമാണ്? സ്നേഹത്തിൽ നിന്നുരുവായ വിശ്വാസം. ശിഷ്യന്മാർക്കുണ്ടായിരുന്നത് വിശ്വാസത്തിൽ നിന്ന് വന്ന സ്നേഹമാണ്. കാരണം അവർ ആദ്യം ഈശോയുടെ അത്ഭുതങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു, ഈശോയിൽ വിശ്വസിച്ചു. പതിയെ പതിയെ അവരിൽ സ്നേഹം ഉടലെടുത്തു. പക്ഷേ ആ വിശ്വാസം തകർന്നപ്പോഴോ എല്ലാം നഷ്ടപ്പെട്ടു പോയി. അവർ ഓടിയൊളിച്ചു, തള്ളിപ്പറഞ്ഞു, ഒറ്റുകൊടുത്തു, പരിത്യക്തനാക്കി. മറിയം ഒരിക്കലും ഈശോയെ തള്ളിപ്പറഞ്ഞില്ല, ഒരിക്കലും അവനെ പരിത്യക്തനാക്കിയില്ല, കൂടെ ഉണ്ടായിരുന്നു. കാരണം സ്നേഹത്തിൽ നിന്നുരുവായ വിശ്വാസം മാംസം ധരിച്ചതായിരുന്നു മറിയം. എല്ലാ ശിഷ്യർക്കും ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം സ്നേഹത്തിൽ ഉരുവായ വിശ്വാസം. ഈശോ പറയുന്നുണ്ട്, പാറമേൽ ഭവനം പണിയണമെന്ന്. സ്നേഹമെന്ന പാറയിൽ നിങ്ങളുടെ വിശ്വാസമെന്ന ഭവനം പണിയും. ആ ഭവനത്തെ ഒരു കാറ്റിനും ഒരു കോളിനും കടപുഴക്കാൻ ആവില്ല. സ്നേഹത്തിൽ നിന്ന് ഉരുവായ വിശ്വാസം ഉണ്ടാകട്ടെ.